നമുക്ക് പൊരിച്ച ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ഇങ്ങനെ ആദ്യം മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ ഇതുപോലെ മാഗ്നേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്തേക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണിൻ്റെ പകുതി മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, പാകത്തിന് ഉപ്പ് മുതലായവ ചേർത്തിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഈ കാണുന്ന ഇത്ര ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. അതിൽ കുറച്ച് സവാള, കുറച്ച് പച്ചമുളക്, കുറച്ച് പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി. ഇത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത്. ഇത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിടണം. ബാക്കി ഈ 3-4 ഇൻഗ്രീഡിയൻസ് നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെ ചെറുതായിട്ട് സവാള അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കുറച്ച് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ പോട്ട് നന്നായിട്ട് ഹീറ്റാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒരുപാട് ക്വാണ്ടിറ്റി ഒഴിക്കേണ്ട, കുറച്ച് ക്വാണ്ടിറ്റി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ചിക്കൻ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രൈ ആയ ചിക്കൻ നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൽ ഒരു തക്കാളിക്ക് ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം. ഇത് നൈസായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ കൊഴുത്ത ഗ്രേവി ആയിട്ടാണ് പൊരിച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.